പക്ഷേ ഇന്ന് ഞാനൊരു കിട്ടില്ല ഓഡി A4 ആണ് കൊടുത്തിട്ടുള്ളത്. അതും 2016 മോഡല്, വെറും 70,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ. ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മെയിൻ ഗ്ലാസ് ഒക്കെ കറക്റ്റ് 2016 ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. എല്ലാ ഇലക്ട്രിക് സംഭവങ്ങളും കറക്റ്റായിട്ട് വർക്കിംഗ് ആണ് വണ്ടിയുടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റഫ്യൂസോ കാര്യങ്ങളോ വന്നിട്ടില്ല. പക്ഷേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ കാണുമ്പോൾ ഡൽഹി രജിസ്ട്രേഷനിലാണ് കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫുൾ ടാക്സ് ഒക്കെ പേ ചെയ്ത് കറക്റ്റ് കേരള നമ്പറിന് വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഫുൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ വണ്ടി എടുക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കണ്ട് ലാസ്റ്റ് റേറ്റ് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇനി ഇൻഷുറൻസ് വാല്യൂ ID ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയും വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതൊരു സ്പെഷ്യൽ കളറുമാണ്. കാരണം ഓഡിയിൽ നമ്മൾ എപ്പോഴും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലൂ കളറിൽ നല്ല ഒരു പ്രീമിയം ബ്ലൂ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രസമുണ്ട് വണ്ടി കാണാനായിട്ട്. എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും പക്കയായിട്ട് വർക്കിംഗ് ആണ്. സൺറൂഫ് ഉൾപ്പെടെ വരേണ്ട സ്പെഷ്യൽ എഡിഷനാണ്. 2000 cc ഉള്ളൊരു എഞ്ചിനാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് ഇലക്ട്രിക്കലാണ് വരുന്നത്. അപ്പോൾ അത് ഈ പ്രീമിയം കാറിനെല്ലാം വരുന്ന പോലെ തന്നെ ഫ്രണ്ട് സീറ്റ് ഇലക്ട്രിക്കൽ. ഈ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ജസ്റ്റ് ഒരു ബട്ടണിലാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് പറയുക. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും വണ്ടിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ബെൻസ് BM അതിനെ വിട്ടിട്ട് ഓടിക്ക് ഒരു പ്രത്യേക ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. കാരണം ഫാമിലീനെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് കംഫർട്ട് ഭയങ്കര സുഖമാണ് ഓടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ബെൻസ് എന്ന് പറയുമ്പോൾ ഒരു കാണാനുള്ള ലുക്കാണ്. BMW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡ്രൈവിങ് ഭയങ്കര യൂത്ത് എന്താ പറയുക ത്രില്ഡാണ്. ഓഡിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആണ് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത്. കാരണം ഫാമിലി യൂസിങ്ങിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വണ്ടിയാണ് ഓഡി A4 എന്ന് പറയുന്നത്. ദെൻ പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും വണ്ടിക്ക് ഇല്ല. വേറെ മേജറായിട്ടുള്ള ഈ സൈഡ് ബോഡി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് മേജറായിട്ടുള്ള റീപെയിൻസുകളോ അല്ലെങ്കിൽ ഒരുപാട് മക്ക് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത പോലെ ഒന്നും വണ്ടിയും അങ്ങനെ കാണാനില്ല. ഇനി ബാക്ക് സീറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്ക് സീറ്റിനായാലും വേറെ മേജർ ഇഷ്യൂസ് ഇല്ല. റിയർ AC വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സീറ്റ് ഒരു പ്രീമിയം ലെതർ ഫിനിഷിലാണ് വരുന്നത്. ഇപ്പം അന്നിറങ്ങിയ ഏറ്റവും പ്രീമിയം കാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രീമിയം ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കർട്ടൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മാരേജ് ഫംഗ്ഷൻസിനും ഒരുപാട് ആൾക്കാരൊക്കെ പ്രിഫർ ചെയ്യുന്നൊരു വണ്ടിയാണ് ഓഡിയുടെ A4 എന്ന് പറയുന്നത്. സോ ഈ വാഹനം ഞാൻ പറഞ്ഞ ലൊക്കേഷൻ മറക്കണ്ട, തൃശ്ശൂർ ഒല്ലൂരാണ് കിടക്കണേ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കാണാവുന്നൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തുതരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.